ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ സ്വർണത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് പുറത്തു വന്നേക്കും. VSSCയിലാണ് സ്വർണത്തിന്റെ രാസപരിശോധന നടക്കുന്നത്. സ്വർണം യഥാർത്ഥം അല്ലെങ്കിൽ പുറത്ത് കടത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. നമുക്കറിയാം, ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന് എത്രത്തോളം നിർണായകമാണോ അതുപോലെ തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം. കാരണം ഇതിന്റെ പ്രധാന തൊണ്ടി മുതൽ നമുക്കറിയാം, ശബരിമലയിൽ നിന്ന് കടത്തിയ ആ സ്വർണം അത് യഥാർത്ഥമാണോ എന്നതിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇനി ആ സ്വർണം വ്യാജമാണ് എന്ന് വന്നാൽ ഈ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഘട്ടം എത്തും. നമുക്ക് ശാലിനി കൂടുതൽ വിവരങ്ങൾ നൽകും. ശാലിനി, നമ്മൾ പറയുകയായിരുന്നു, ഈ സ്വർണം ഇനി അഥവാ വ്യാജമാണ് എന്ന് വന്നാൽ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഘട്ടമെത്തും. ഇന്ന് എന്തായാലും VSSCയിൽ നിന്നുള്ള പരിശോധന ഫലം ലഭിച്ചേക്കുമെന്ന് കരുതാമല്ലേ? രാഖി, ഗുഡ് മോർണിംഗ്. 1998 വിജയ് മല്യ ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിലും ഒപ്പം തന്നെ ശ്രീകോവിലും ഒക്കെ പതിച്ച അല്ലെങ്കിൽ പൂശിയ സ്വർണം തന്നെയാണോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്നത്? അതോ സ്മാർട്ട് ക്രിയേഷൻസിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിമറി നടന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള സ്വർണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം VSSCയിലാണ് ഈ പരിശോധന നടന്നത്. ഈ മാസം 10-ാം തീയതി പരിശോധനാ ഫലം പുറത്തു വരുമെന്ന് ായിരുന്നു ആദ്യ സൂചനകൾ ലഭ്യമായിരുന്നത്. പക്ഷേ ഇന്ന് തന്നെ ആ പരിശോധനാ ഫലം വരും. ആ പരിശോധനാ ഫലം കോടതിയെ അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ദ്വാരപാലക ശില്പത്തിലെ സ്വർണം, കട്ടിളപ്പാടിയിലെ സ്വർണം ഒക്കെ വിജയമല്യ അന്ന് പൂശിയിരുന്നു. അന്ന് ഉണ്ടായിരുന്ന അത്രയും ഗ്രാം തന്നെ സ്വർണം അതിലുണ്ടോ, അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായി അത് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ, സ്മാർട്ട് ക്രിയേഷൻസിൽ തിരിമറി നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുന്നത്. പക്ഷേ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അങ്ങനെ അതിലൊന്നും കൃത്രിമം നടന്നിട്ടില്ല. ശരിയായ രീതിയിലുള്ള സ്വർണം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് തൊണ്ടി മുതലായി കണ്ടെത്തിയത് എന്നൊക്കെയുള്ള ചില വിശദീകരണങ്ങൾ SITയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഒക്കെ വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൃത്യമായ ഒരു പരിശോധനാ ഫലം റിപ്പോർട്ട് ഇന്ന് വരാൻ പോകുന്നത്. ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ പരിശോധനാ ഫലത്തിന്റെ ഫലം അത് സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം അത്തരത്തിൽ തിരിമറി നടന്നിട്ടുണ്ട്. ശരിയായ രീതിയിലുള്ള സ്വർണ്ണമായിരുന്നില്ല, വിജയ് മല്യ നൽകിയ സ്വർണ്ണമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അതിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളും കൃത്രിമവും നടന്നിട്ടുണ്ട് എന്ന് പരിശോധനാ ഫലം വരികയാണെങ്കിൽ കോടതിയിലും സർക്കാരിന്റെ തിരിച്ചടിയാകും. SIT സംബന്ധിച്ചിടത്തോളം അത് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ കാത്തിരിക്കുകയാണ് ഈ ഒരു പരിശോധനാ ഫലത്തിനായി. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആ പരിശോധനാ ഫലം വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ വിജയ് മല്യ പൊതിഞ്ഞ സ്വർണത്തിന്റെ മാറ്റും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പൂശിയ സ്വർണത്തിന്റെ മാറ്റും ഇന്ന് വരുന്ന ഈ പരിശോധനാ ഫലത്തിൽ ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കേസ് അന്വേഷണം ഏത് തലത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. 1.5 മാസം മുമ്പാണ് തൊണ്ടി മുതലടക്കമുള്ള വസ്തുക്കളിൽ നിന്ന് ഈ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് VSSCയിൽ ഈ പരിശോധന ആരംഭിച്ചത്. ആ വിശദമായ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് കൂടിയാണ് ഇന്നിപ്പോൾ വരാൻ പോകുന്നത്. എന്തായാലും കനത്ത തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക ഒരു ഭാഗത്ത് CPM-നും സർക്കാർ കേന്ദ്രങ്ങൾക്കും നിലനിൽക്കുന്ന സാഹചര്യത്തിലും SITക്കും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് സമാനമായി ഈ സ്വർണത്തിന്റെ വ്യക്തത തേടാൻ സ്വർണം ശരിയായ രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അതോ വിജയ് മല്യ 98-ൽ പൂശിയ സ്വർണത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഏതെങ്കിലും തരത്തിലുള്ള ക്വാളിറ്റി വ്യത്യാസം നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വരാൻ പോകുന്നത്. എന്നാൽ രാവിലെ 11 മണിയോടുകൂടിയൊക്കെ തന്നെ ആ റിപ്പോർട്ട് ഔദ്യോഗികമായി പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സർക്കാരിനും SITക്കും ഒക്കെ നിർണായകമാണ്. ഒപ്പം തന്നെ ഈ കേസിലെ പ്രതികളായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പരിശോധനാ ഫലം നിർണായകമാണ് എന്നുള്ളതിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു SIT സംഘം. ആ സമയത്ത് സ്വർണമൊന്നും കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ ഈ മുഴുവനായും ഈ സ്വർണം ഇവിടെ നിന്നും കടത്തിയിട്ടുണ്ടോ, രാജ്യാന്തര ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ തന്നെയാണ് സ്വർണത്തിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ, തൊണ്ടി മുതൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് VSSCയുടെ പരിശോധനാ ഫലം വരാൻ പോകുന്നത്. രാഖി, ശരി. എന്തായാലും VSSCയിൽ നിന്നുള്ള നിർണായക രാസപരിശോധനാ ഫലം ഇന്ന് വന്നേക്കും എന്നുള്ളത് തന്നെയാണ് ശാലിനി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ആ പരിശോധനാ ഫലത്തെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ അന്വേഷണത്തിന്റെ ഭാവി എന്നുള്ളതാണ്.